Hello. Welcome to market discussion of the day. Today, 27th of July 2026, Monday ആണ്. പുതിയൊരു വീക്കാണ്. സോ പുതിയൊരു വീക്കിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് ഓഗസ്റ്റ് 10 അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. ഈ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും, എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ ബേസിക്കലി എന്താ പറയുക, നമ്മൾ ഈ പറയുന്ന 10 ആവാൻ നമ്മളെല്ലാ ആഴ്ചയിലും ഒരു വീക്ക് നമ്മൾ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇന്ന് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ നമ്മളുടെ അൽഗോയുടെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടിട്ട് ആണിപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റ് ആക്കുന്നത്. സോ അൽഗോയെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ടും നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എൻ്റെ നമ്പറിലോട്ട് മെസ്സേജ് അയക്കാം. അതേപോലെ തന്നെ നമ്മുടെ സിഗ്നൽ ഗ്രൂപ്പിലോട്ട് നിങ്ങൾക്ക് വരണം എന്നുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും മെസ്സേജ് അയക്കാവുന്നതാണ്. സോ സിഗ്നൽ ഗ്രൂപ്പിൽ അത്യാവശ്യം കഴിഞ്ഞ വീക്കിലെ പ്രോഫിറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, സോ നമ്മുടെ സിഗ്നൽ ഗ്രൂപ്പിൽ പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ, സോ ഇതാണ് നമ്മളുടെ കഴിഞ്ഞ ആഴ്ചത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കഴിഞ്ഞ ആഴ്ചത്തെ പ്രോഫിറ്റിനെ കുറിച്ച് പറഞ്ഞ ടോട്ടൽ നമ്പർ ഓഫ് ട്രേഡ്സ് വന്നിട്ട് 17 ട്രേഡ്സിനകത്ത് 9 എണ്ണവും നമ്മൾ വിന്നിങ് ട്രേഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. 5 എണ്ണം സ്റ്റോപ്പ് ലോസ് ഹിറ്റായി, 3 എണ്ണം നേരത്തെ തന്നെ, അതായത് ടാർഗറ്റ് എത്തുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമ്മൾ ഇറങ്ങാനായിട്ട്, അതായത് ക്യാൻസൽ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് 75% ആണ് നമ്മുടെ വിൻ റേറ്റ് എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് ഒരു 1000 പിപ്സിന് മുകളിലുള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്തു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സോ ഇതിനെക്കുറിച്ച് ഇതിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് സിഗ്നൽ ഗ്രൂപ്പിൽ എലൈറ്റ് ഗ്രൂപ്പിലോട്ട് വരാനായിട്ട് പറ്റുക. ഓക്കെ, സോ അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും, എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമ്മൾ എല്ലാ വീക്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫണ്ടമെൻ്റൽസ് വെച്ചിട്ടാണ് അല്ലേ. സോ നമുക്ക് ഭയങ്കരമായ എന്താ പറയുക, വീക്കെൻഡ് ആയതുകൊണ്ടിട്ട് തന്നെ ഒരുപാട് എന്താ പറയുക, വലിയ രീതിയിൽ ഇറാനെ അറ്റാക്ക് ചെയ്യും എന്നുള്ള രീതിയിൽ ഇപ്പോൾ നമ്മുടെ US പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇറാൻ വിൽ ബി സെൻറ്റ് ടു സ്റ്റോൺ ഏജ് എന്നുള്ളതാണ് നമ്മുടെ അണ്ണൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ബട്ട് ഫോർച്ചുനേറ്റ്ലി അങ്ങനെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. ഓക്കെ, US എന്താ പറയുക, പോസ്റ്റ് ദ റീസെൻറ്റ് ക്യാമ്പയിൻ ടു സ്ട്രൈക്ക് ഇറാൻ എന്നുള്ള ഒരു കാര്യമാണ്, ന്യൂസാണ് നമുക്കുണ്ടായത് എന്നുള്ളൊരു കാര്യം നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്തോഷം തരുന്നൊരു കാര്യം തന്നെയാണ്. ഓക്കെ, സോ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പൊളിറ്റിക്കലായിട്ടുള്ള വേറെ കാര്യങ്ങൾ പറഞ്ഞാൽ സെൻട്രൽ ബാങ്കുകൾ അവരുടെ ഗോൾഡ് റിസർവ് കൂട്ടുന്നു. സോ അതുകൊണ്ടിട്ട് തന്നെ 4000-ൻ്റെ മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാനായിട്ടുള്ള വൺ ഓഫ് ദ മെയിൻ റീസണും അത് തന്നെയാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി പോവുക. ഓക്കെ, സോ നമ്മൾ വീക്കെൻഡ് ആയതുകൊണ്ടിട്ട് തന്നെ, വീക്കെൻഡ് കഴിഞ്ഞിട്ടുള്ള തിങ്കളാഴ്ച ആയതുകൊണ്ടിട്ട് തന്നെ നമുക്ക് കലണ്ടർ ബേസ് ചെയ്തിട്ട് എന്തൊക്കെയുള്ള ന്യൂസുകൾ എന്നുള്ളൊരു കാര്യം നോക്കാം. ഇന്നത്തെ ദിവസം നമുക്ക് പ്രത്യേകിച്ച് വലിയ ന്യൂസുകളൊന്നുമില്ല. വൈകുന്നേരം 6 മണിക്ക് കോർ ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡർ ഉണ്ട്. സോ 6 മണിക്കൊന്ന് ശ്രദ്ധിക്കുക. നമ്മളെന്തായാലും 6 മണിക്ക് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് ട്രേഡൊക്കെ എടുത്ത് ഇറങ്ങാറുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് കുഴപ്പമില്ല. ഓക്കെ, നാളെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് ഓഫ് ജപ്പാൻ്റെ കോർ CPIയുടെ ഡേറ്റ വരുന്നുണ്ട്. സോ ജാപ്പനീസ് യെൻ കഴിഞ്ഞ 34-36 വർഷത്തെ ഓൾ ടൈം ഹൈയിൽ നിൽക്കുന്നത് കൊണ്ടിട്ട് തന്നെ ബാങ്ക് ഓഫ് ജപ്പാനിൽ നിന്ന് വരുന്നതും ജപ്പാനിൽ നിന്ന് വരുന്ന ന്യൂസുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കാണുക. ഒരു കാരണവശാലും ജാപ്പനീസ് യെന്നിൽ നമ്മൾ ബൈ ചെയ്യാതിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, നാളെ വൈകുന്നേരം 5:45 എല്ലാ വീക്കിലും വരുന്ന ADP വീക്ക്ലി എംപ്ലോയ്മെൻറ്റ് ചേഞ്ചിൻ്റെ ന്യൂസ് വരുന്നുണ്ട്. ഓക്കെ, ഗുഡ്സ് ട്രേഡ് ബാലൻസ്, അങ്ങനെ കുറച്ച് ന്യൂസുകൾ വരുന്നുണ്ട്. രാത്രി 7:30 മണിക്ക് നമുക്ക് CB കൺസ്യൂമർ കോൺഫിഡൻസ് ഇൻഡെക്സ് വരുന്നുണ്ട്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കാണണം. വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും കുഴപ്പമില്ല, ഒരു മീഡിയം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കാണുക എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, പക്ഷേ മറ്റന്നാൾ ഇങ്ങനെ ആയിരിക്കത്തില്ല. അപ്പം ഇന്നും നാളെ നമുക്ക് ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്യാമെങ്കിൽ മറ്റന്നാൾ നമുക്ക് ഭയങ്കരമായ ഫണ്ടമെൻ്റൽ ഡേ ആണ്. കാരണം നമ്മളുടെ ഫെഡ് ഫണ്ട് റേറ്റ് വരുന്നുണ്ട്. രാത്രി 11:30 മണിക്കാണ്. US സെഷന് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നമുക്ക് എല്ലാവർക്കും നല്ലത്. ഓക്കെ, സോ നിങ്ങൾക്കറിയാം ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റിന് കഴിഞ്ഞിട്ട് നമുക്ക് FOMC സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളൊരു കാര്യം അല്ലേ. സോ FOMC എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുന്നത്? ഓക്കെ, സോ ഫെഡ് ഫണ്ട് റേറ്റ് വന്നിട്ട് 3.75 ആണ് പ്രീവിയസ്
ഫോർകാസ്റ്റ് 3.75 എന്തെങ്കിലും വ്യത്യാസം വരുമോ എന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കി കാണേണ്ടിയിരിക്കുന്നു. നമ്മുടെ പുതിയ ഫെഡറൽ ചെയർമാൻ കെവിൻ വാഷ് വന്നതിന് ശേഷമുള്ള രണ്ടാമത്തെ ഫെഡ് ഫണ്ട് റേറ്റ് ആണ് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, പക്ഷേ 11:30 ഈ ഫണ്ട് റേറ്റിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആണ് ഈ FOMC പ്രസ് കോൺഫറൻസ്. ഈ FOMC പ്രസ് കോൺഫറൻസിന് ഡെഫിനറ്റ്ലി നമ്മളുടെ പ്രസ് ഈ പറയുന്ന ഫെഡ് ചെയർമാൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും കൊനസ്റ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും മാർക്കറ്റിനെ അത് നല്ല രീതിയിൽ ബാധിക്കും. സോ ഫോർ എക്സാമ്പിൾ, ഇഫ് ദർ ഇസ് എൻ ഇൻഡിക്കേഷൻ ദാറ്റ് ദ ഫെഡ് വിൽ ബി ഇൻക്രീസിങ് ദ ഇൻട്രസ്റ്റ് റേറ്റ്, ഓക്കെ, ഗോൾഡ് താഴോട്ട് പോകും. അതേപോലെ തന്നെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് മുകളിലോട്ട് പോകും. സോ ഇത് നമ്മൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും. 12 മണിക്കാണ് കാണാൻ പറ്റുന്നുള്ള ആൾക്കാർ കാണുക. യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി. ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ലൈവ് സെഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. വേറെ എവിടെയും പോകണ്ട. ഓക്കെ, അറ്റ്ലീസ്റ്റ് നിങ്ങൾ എവിടെയെങ്കിലും ചെക്ക് ചെയ്തിട്ട് ആ പറയുന്ന മറ്റന്നാൾ, അതായത് വ്യാഴാഴ്ച നിങ്ങൾ ട്രേഡ് എടുക്കുന്നതിന് മുന്നേ എന്താണ് ഈ പുള്ളിക്കാരൻ പറഞ്ഞത്. കാരണം നമ്മുടെ മാർക്കറ്റ് ഡിസ്കഷൻ വരുമ്പോഴത്തേക്കും 11 മണിയാവും. ഇതിന് മുന്നേ ആയിട്ടൊക്കെ ട്രേഡ് എടുക്കുന്ന ആൾക്കാരുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് മുന്നേ ആയിട്ട് തന്നെ നിങ്ങൾ എന്താണ് ഈ പുള്ളി പറഞ്ഞത്, കെവിൻ വാഷിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിന് എന്താണ് പറഞ്ഞത്, എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, വൈകുന്നേരം 4:30 മണി തൊട്ട് നമുക്ക് നല്ല രീതിയിൽ GBPയിലുള്ള ന്യൂസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ. ഓക്കെ, ഒഫീഷ്യൽ ബാങ്ക് റേറ്റ് വരുന്നുണ്ട്. സോ നോർമലി US ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചില്ല എങ്കിൽ നമ്മുടെ UK കുറയ്ക്കാറില്ല, ഒരേപോലെ തന്നെ വെക്കാനാണ് ചാൻസ് ഉള്ളത്. പക്ഷേ അറിയില്ല, നമുക്കിവിടെ UK പുതിയ മന്ത്രിസഭ വന്നിട്ടുണ്ട്. ഓക്കെ, പുതിയ പ്രൈം മിനിസ്റ്റർ വന്നിട്ടുണ്ട്. സോ അങ്ങനത്തുള്ള കുറേ ന്യൂസുകൾ GBPയിൽ നടക്കുന്നുണ്ട്. ഇപ്പം മറ്റന്നാൾ വ്യാഴാഴ്ച വളരെ GBPയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡേറ്റാസ് വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കി പോവുക. ഓക്കെ, പിന്നെ വൈകുന്നേരം 6 മണിക്ക് ശേഷം അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിമിൻ്റെ ന്യൂസ്, അതേപോലെ തന്നെ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച്, അങ്ങനത്തുള്ള കുറേ ന്യൂസുകൾ വ്യാഴാഴ്ച വരുന്നുണ്ട്. ഓക്കെ, അതായത് ജൂലൈ 30 നമുക്ക് ജൂലൈ 31 അതായത് വെള്ളിയാഴ്ചത്തുള്ള ന്യൂസും കൂടെ നോക്കാം. വെള്ളിയാഴ്ച നമ്മളുടെ താരം എന്ന് പറയുന്നത് ജാപ്പനീസ് യെന്നാണ്. ജാപ്പനീസ് യെന്നിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് പോളിസി റേറ്റ് വരുന്നുണ്ട്. അതെന്തായി തീരും എന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല. സോ കഴിഞ്ഞ വട്ടം ജാപ്പനീസ് യെൻ എന്ത് ചെയ്തു, ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി. ഓക്കെ, ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയപ്പോൾ ഡെഫിനറ്റ്ലി എന്ത് സംഭവിച്ചു, നമ്മുടെ USD JPY താഴോട്ട് പോവുകയും ചെയ്തു. ഓക്കെ, പക്ഷെ അത് അധികം കാലം അങ്ങനെ താഴെ നിന്നില്ല. അതിനുശേഷം കയറി വരികയും 35 വർഷത്തെ കഴിഞ്ഞ 30, അതായത് 3 decades ആയിട്ടുള്ള ഏറ്റവും ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 163.50 ഇപ്പം നിൽക്കുന്നു. ഡെഫിനറ്റ്ലി അതിനുശേഷം ബാങ്ക് ഓഫ് ജപ്പാൻ്റെ പ്രസ് കോൺഫറൻസ് ഉണ്ട്. അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം നോക്കിക്കാണുക. നമുക്ക് അന്നത്തെ ദിവസം വൈകുന്നേരം എന്താണ് അന്നത്തെ ദിവസം വൈകുന്നേരം നമ്മുടെ USA നിന്ന് വലിയ രീതിയിലുള്ള ന്യൂസുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇതൊക്കെയാണ് ആക്ച്വലി നമുക്ക് ഈ ആഴ്ചത്തെ ന്യൂസുകൾ. സോ ബേസിക്കലി നമുക്ക് ഇന്നും നാളെയാണ് നമ്മളുടെ ടെക്നിക്കൽ ഡേ എന്ന് പറയുന്നത്. മറ്റന്നാൾ ഉച്ച വരെ അല്ലെങ്കിൽ വൈകുന്നേരം വരെയും ടെക്നിക്കൽ ഡേ ആണ്. ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം 11:30 മണിക്ക് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. ആ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത് പിറ്റേ ദിവസം ഏഷ്യൻ സെഷനും യൂറോപ്പ് സെഷനുമാണ്. സോ വ്യാഴാഴ്ച രാവിലെ തൊട്ട് നമുക്ക് വീണ്ടും ഒരു ഫണ്ടമെൻ്റൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്യണം. വെള്ളിയാഴ്ച കുഴപ്പമില്ല. വെള്ളിയാഴ്ച ജാപ്പനീസ് യെന്നിന് മാത്രമാണ് പ്രശ്നമുള്ളത്. വ്യാഴാഴ്ച GBPയിലാണ് പ്രശ്നമുള്ളത്. ഈ 2 കാര്യം ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഓക്കെ, ഇതിൻ്റെ ടൈമിങ്സും കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ സേഫായിട്ട് ട്രേഡ് ചെയ്ത് പോകാം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുമ്പോൾ നമ്മളുടെ ഗോൾഡിൻ്റെ പ്രൈസ്, നമുക്ക് ഫസ്റ്റിലെ നമുക്ക് ഗോൾഡിനകത്ത് തന്നെ പോവാം എന്തായാലും. ഓക്കെ, സോ ഗോൾഡിൻ്റെ പ്രൈസ് 4091.71 നിൽക്കുന്നു. ഓക്കെ, ഗോൾഡ് ഇനി എങ്ങോട്ട് എന്നുള്ള ചോദ്യമാണ് ആർക്കും അറിയാത്തൊരു കാര്യം അല്ലേ. സോ ഗോൾഡിൻ്റെ ഇന്നൊരു ഒരു ഗ്യാപ്പ് അപ്പിലാണ് സ്റ്റാർട്ട് ചെയ്തത്. മാർക്കറ്റ് അവസാനിച്ചത് 4050 അവസാനിച്ചത്. ഓക്കെ, മാർക്കറ്റ് ഈ തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്ത് 4090. ഓൾമോസ്റ്റ് ഒരു $40, $34, $38, $40 അടുപ്പിച്ചിട്ടുള്ള ഒരു ഗ്യാപ്പ് അവിടെ കിടപ്പുണ്ട്. ആ ഗ്യാപ്പ് ഫില്ലാവണം എന്ന് ഉണ്ട് എങ്കിൽ നമ്മളൊന്നുകൂടെ വെയിറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, 2 ഓപ്പർച്യൂണിറ്റി ഞാൻ പറയാം. ഒരു ബൈ ഓപ്പർച്യൂണിറ്റിയും ഒരു സെൽ ഓപ്പർച്യൂണിറ്റിയും. ഓക്കെ, സോ ബൈ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ
50-56 റേഞ്ചിൽ പോയി ബൈ എടുക്കാം. ഓക്കെ, 50 റേഞ്ചിൽ ബൈ എടുക്കുന്ന ആൾക്കാർ സ്റ്റോപ്പ് ലോസ് 4038 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കണം. ഓക്കെ, അതേപോലെ ടേക്ക് പ്രോഫിറ്റ് നിങ്ങളുടെ ഔചിത്യമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണക്ക് വെക്കാം. അതേപോലെ തന്നെ നമുക്ക് സെൽ സെറ്റപ്പ് എന്താ വെച്ചാൽ 4100 4105 ലെവലിൻ്റെ അവിടെ നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. 4120 ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ടേക്ക് പ്രോഫിറ്റ് 4070 4056 ആയിരിക്കും നമ്മൾ TP1 TP2. ഓക്കെ, സോ ഇതാണ് എനിക്ക് ഗോൾഡിൽ പറയാനായിട്ടുള്ളത്. നിങ്ങളത് നോട്ട് ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു. നേരെ നമ്മൾ USD JPY വരാം. 163.54 നിൽക്കുന്നു. സോ ബേസിക്കലി 160 എൻട്രി സെൽ എൻട്രിയാണ് പറയുന്നത്. 163.60 to 164 ഇടയ്ക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് സെല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. 164.60 എബോവ് മൾട്ടിപ്പിൾ ഡെക്കേഡ് ഹൈ റെസിസ്റ്റൻസ് ആണ് അത്. ഓക്കെ, അതിൻ്റെ മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് നോക്കുക. ടേക്ക് പ്രോഫിറ്റ് 162.40 TP1 TP2 160.70 നമുക്ക് TP2 വെക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ഓക്കെ, ബൈ എൻട്രിയെ കുറിച്ച് ഞാൻ പറയുന്നില്ല. നേരെ നമുക്ക് GBP USD പോകാം. GBP USD ഇപ്പം 1.3353 നിൽക്കുന്നു. ഓക്കെ, ഇവിടുന്ന് എന്താണ് നമ്മളുടെ പോക്ക്, എങ്ങോട്ടാണ് നമ്മളുടെ പോക്ക് അല്ലേ? 1.3 നമ്മൾ തിങ്കളാഴ്ച ഡിസ്കസ് ചെയ്തപ്പോഴേ വെള്ളിയാഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണ്? 1.3300 അവിടെ നിന്നുള്ളൊരു ബൈയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? സോ ഡിഫറൻറ്റ്ലി എനിക്ക് ഇനിയും പറയാനായിട്ടുള്ളത്, വീണ്ടും നമുക്ക് 1.3300 അവിടെ കിട്ടുകയാണ് എങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് പോകുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി. ഓക്കെ, സോ 1.3300 അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ സ്റ്റോപ്പ് ലോസ് 1.3270 താഴെയോ 1.3260 താഴെയോ ടൈറ്റായിട്ട് വെക്കുക. TP1 1.3410 TP2 1.3480 വെച്ച് പോവുക എന്നുള്ളൊരു കാര്യം കൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. യൂറോയിലോട്ട് വരാം. യൂറോയ്ക്ക് ഒരുപാട് പ്രഷേഴ്സ് ഉണ്ട്. പക്ഷേ ഡെഫിനറ്റ്ലി എന്താണ് നമ്മളുടെ ബൈ സെറ്റപ്പിലോട്ട് വരികയാണെങ്കിൽ 1.1370 to 1.1390 ഇടയ്ക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. സ്റ്റോപ്പ് ലോസ് 1.1330 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ്. ടേക്ക് പ്രോഫിറ്റ് 1.1450 അവിടെ ടേക്ക് പ്രോഫിറ്റും വെക്കാം. ഓക്കെ, നമുക്കൊരു TP1 അവിടെയും TP2 1.1510 അവിടെ നമുക്ക് TP2 വെക്കാം. ഓക്കെ, സോ ഇതൊക്കെയാണ് ആക്ച്വലി ഈ ആഴ്ച എനിക്ക്, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തെ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇൻട്രാഡേ ട്രേഡ്സ് ആണ് ഞാൻ ഇന്ന് പറഞ്ഞത്. ഓക്കെ, ഡെഫിനറ്റ്ലി എന്താ പറയുക, ലോങ്ങർ ടേമിലോട്ടുള്ള ട്രേഡ്സ് ഇപ്പോൾ പറയാറായിട്ടില്ല. GBPയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാം, നിങ്ങളുടെ ഔദ്യമാണ്. സോ എനിവേയ്സ് ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസം പറയാനായിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. അവർക്ക് ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക്, അതേപോലെ തന്നെ നമ്മളുടെ ആൽഗോയെക്കുറിച്ച് ഡീറ്റെയിൽ അറിയാനായിട്ട് മെസ്സേജ് അയയ്ക്കുക. നമ്മളുടെ സിഗ്നൽ ഗ്രൂപ്പിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം. ഫ്രീ ആയിട്ടുള്ള സിഗ്നൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും അതിന് വേണ്ടി മെസ്സേജ് അയയ്ക്കുക. താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. മെസ്സേജ് അയച്ചാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും, എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഡെഫിനറ്റ്ലി നമുക്ക് നാളെ നമ്മൾ വീണ്ടും മാർക്കറ്റ് ഡിസ്കഷനുമായിട്ട് നമ്മൾ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.